أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന മക്കന്നാ ലഹു ഫിൽ അർദി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. നമ്മൾ തെംകീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന ആ ഭാഗങ്ങളെയാണ് നമ്മൾ വിശദീകരിച്ചത്. സബബ അതിനെ നമ്മൾ വിശദീകരിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാമിനും ഇത്തരം വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർദി, യൂസുഫിന് നാം ഭൂമിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം നാം ഇതുപോലെ തെംകീൻ ചെയ്തു കൊടുത്തു. മക്കന്നാകുന്നു, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ആ വാക്കിനെ എന്തുകൊണ്ട് ഉപയോഗിച്ചു, എന്തുകൊണ്ട് അവിടെ അള്ളാഹു ആ വാക്കിനെ ആ രൂപത്തിൽ പറയുന്നു എന്നുള്ളത് നമ്മള് ഇമാം ഷഅറാവിയെ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോ വാതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ എന്ന് പറഞ്ഞാൽ അതൈനാഹു അസ്ബാബൻ യസിലു ബിഹാ ഇലാ മാ യുരീദു. അദ്ദേഹം എന്ത് കാര്യമാണോ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് എത്താൻ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു ഒരുക്കി കൊടുത്തു. അപ്പോ ചില വ്യക്തികൾക്ക് അള്ളാഹു ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ എന്തുകൊണ്ട് നൽകുന്നു? അവര് മനുഷ്യരിൽ പ്രവാചകന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ മൻഹജിനെ പിൻപറ്റുന്ന ചില ആളുകൾക്ക് ശരിയായ രൂപത്തിൽ പൂർണ്ണ ഇസ്തിസ്ലാമോട് കൂടിയിട്ട് മൻഹജിനെ പിൻപറ്റുന്നവർക്ക് അള്ളാഹു നൽകുന്ന അള്ളാഹുവിൽ നിന്നുള്ള ചില ഫضലാണ്, ചില പ്രത്യേകതയാണ് അത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ അള്ളാഹു എല്ലാ വഴികളും ഒരുക്കി കൊടുത്തു. സബബ, അദ്ദേഹം ആ മാർഗത്തെ അദ്ദേഹം പിന്തുടർന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ആ മാർഗങ്ങളെല്ലാം അള്ളാഹു ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം സബബ എന്ന് വീണ്ടും അള്ളാഹു എന്തുകൊണ്ട് പറയുന്നു? അപ്പോ ഒരു സമൂഹം അവര് ഊർജസ്വലരാകുമ്പോൾ മാത്രമാണ്, അവർ പ്രവൃത്തി പദത്തിൽ അവരുടെ ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും അവർ നിരതരാകുമ്പോഴാണ് അവർക്ക് ഭൂമിയിൽ വല്ലതും സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുവാൻ കഴിയുക എന്നും ഒരു മടിയന്മാരായ ഒരു സമൂഹത്തിന്, ചിന്താശൂന്യരായ ഒരു സമൂഹത്തിന്, ഭൗതിക മാർഗങ്ങളെ അവലംബിക്കാത്തൊരു സമൂഹത്തിന് അവരുടെ അസ്തിത്വം വീണ്ടെടുക്കുവാനോ അതല്ലെങ്കിൽ അവർ ജീവസുറ്റൊരു സമൂഹമായി നിലനിൽക്കാനോ അവർക്ക് സാധ്യമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് സബബ എന്ന് എടുത്തു പറയുന്നതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലാണ് ഈ ആയത്തിനെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത് എന്നുകൂടി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. അപ്പൊ അദ്ദേഹം വീണ്ടും അള്ളാഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ തെളിയിച്ച മാർഗങ്ങളെ പിന്തുടർന്ന് അദ്ദേഹം കാൽവെപ്പുകൾ നടത്തുന്നു. ഹത്ത ഇദാ ബലഗ മഗ്രിബ ശംസി വജദഹാ തഗ്റുബു ഫി ഐനിൻ ഹമിഅത്തിൻ വവജദ ഇൻദഹാ ഖൗമ ഖുൽനാ യാ ദൽ ഖർനൈനി ഇമ്മാ അൻ തുഅദ്ദിബ വ ഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന. ഇവിടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അങ്ങനെ അദ്ദേഹം ഹത്ത ഇദാ ബലഗ മഗ്രിബ ശംസി, അപ്പൊ അദ്ദേഹം ഒരിടത്ത് നിൽക്കുന്ന വ്യക്തിയല്ല എന്നാണ് ഇവിടെ ബലഗ എന്ന വാക്ക് തന്നെ എടുത്തു കാട്ടുന്നത്. ധർമ്മ ഘോഷണത്തിന്, നീതി സംസ്ഥാപനത്തിന് അദ്ദേഹം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നിരന്തരം ചലിക്കുന്നു എന്ന് ഈ വാക്ക് എടുത്തു കാട്ടുന്നുണ്ട്. എത്രത്തോളം? ഇതാ ബലഗ മഗ്രിബ ശംസി, അദ്ദേഹം കിഴക്ക് പടിഞ്ഞാറത്ത് സൂര്യാസ്തമന ഇടത്ത് അദ്ദേഹം എത്തുകയാണ്. അങ്ങനെ
പടിഞ്ഞാറെത്തുന്നു. വജദഹ തഗ്റുബു ഫീ ഐനിൻ ഹമിയത്തിൻ. അപ്പോ ആ സൂര്യനെ അദ്ദേഹം എത്തിച്ചു. തഗ്റുബു ഫീ ഐനിൻ ഹമിയത്തിൻ, ഒരു ചളി നിറഞ്ഞ വെള്ളത്തിൽ അത് അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. വജദ ഇൻദഹ ഖൗമ, തന്നെയുമല്ല അവിടെ ഒരു ജനതയെയും അദ്ദേഹം കണ്ടെത്തി. അവർ പറയാണ്, കുൽന, നാം അദ്ദേഹത്തോട് പറഞ്ഞു, യാദൽ ഖർനൈനി, അല്ലയോ ദുൽഖർനൈനിയെ, ഇമ്മ അൻ തുഅദ്ദിബ, അങ്ങേക്ക് അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കാം, വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, അവരോട് ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിൽ അവരോട് അങ്ങേക്ക് നന്നായി പെരുമാറുകയും ചെയ്യാം. ഇപ്പൊ രണ്ട് മാർഗങ്ങളെ, രണ്ട് ഇടപെടൽ സാധ്യതകളെ അള്ളാഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസി വവജദഹ തഗ്റുബു ഫീ ഐനിൻ ഹമിയത്തിൻ. നമുക്കറിയാം ഹമഉം മസ്നൂൻ എന്ന് പിന്നെ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അൽ ഹമഉ അൽ മസ്നൂൻ എന്ന് പറഞ്ഞാൽ തീനുൽ അസ്വദു എന്നാണ് അതിന് അറബിയിൽ അർത്ഥം പറയുക. അഥവാ കറുത്ത കളിമണ്ണ്. അതിൽ കസ്റത്തി വുജൂദിഹി ഫിൽ മായി, ആ മണ്ണ് വെള്ളത്തിൽ ഇങ്ങനെ കുറെ സമയം കിടക്കുന്നത് കൊണ്ടാണ് ഹമഉം മസ്നൂൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചളി പുരണ്ട ഒരു പ്രദേശത്തെത്തി. അപ്പൊ ഇത് പിന്നെ എവിടെയാണ് ഈ സ്ഥലം എന്നുള്ളതാണ്. അള്ളാഹു ഇതൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ പിന്നെ ഇത് തുർക്കിയിലെ പിന്നെ ഇസ്മീർ എന്ന് പറയുന്ന പട്ടണമാണ് എന്ന് ഇതിനെക്കുറിച്ച് പിന്നെ അബുൽ കലാം ആസാദ് പറയുന്നുണ്ട്. ഇത് ഇമാം ഷാറാവി തന്നെ ഇദ്ദേഹത്തെ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഈ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ച് തന്നെ ഇമാം ഷാറാവി വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ അബുൽ കലാം ആസാദിന്റെ ഈ ഒരു പിന്നെ വാദത്തെ നമുക്കറിയാം, ഷെയ്ഖ് അബ്ദുൽ ജലീൽ ഈസ, അദ്ദേഹം മിസറിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്, ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം ഈ അബുൽ കലാം ആസാദിന്റെ ഈ ഒരു കണ്ടെത്തലിനെയാണ് അദ്ദേഹം പിന്തുണക്കുന്നത്. അപ്പോ എവിടെയാണ് ഈ പിന്നെ സൂര്യാസ്തമന ഇടം, അങ്ങനെ ഒരു പ്രത്യേക ഇടത്ത് എത്തി എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് എന്നുള്ളത് തുർക്കിയിലെ പിന്നെ ഇസ്മിർ എന്ന് പറയുന്ന ആ പട്ടണത്തിലാണ് പിന്നെ ദുൽഖർനൈനി എത്തിയത് എന്ന് പിന്നെ അബുൽ കലാം ആസാദ് വിശദീകരിക്കുമ്പോൾ അതിനെ ഇമാം ഷഹറാബി എടുത്തു പറഞ്ഞ് അദ്ദേഹം അതിനെ പിന്തുണക്കുന്നുണ്ട്. ഇവിടെയാണ് അദ്ദേഹം എത്തിയത്. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരിടത്ത് മാത്രം നിൽക്കുകയല്ല, അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ തെളിച്ച മാർഗങ്ങളെ അവലംബിച്ച് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പടിഞ്ഞാറെത്തുന്നു. അവിടെ സൂര്യാസ്തമന ഒരു ഇടത്താണ് അദ്ദേഹം എത്തിയത്. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. സൂര്യന് അസ്തമിക്കുന്നുണ്ടോ? സൂര്യൻ അങ്ങനെ അസ്തമിക്കുന്നൊന്നുമില്ല. അത് ഭൂമി പിന്നെ മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് അവിടെ പകലും രാത്രിയും അത് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഖുർആനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു അവതരിപ്പിക്കുന്നത് കാണാം. ഭൂമിയുടെ കറക്കത്തെ അള്ളാഹു ചിന്താർഹമായിട്ട് എല്ലാ കാലത്തുമുള്ള മനുഷ്യരുടെ ചിന്തയെ ഉദ്ദീപിക്കാൻ ആവശ്യമായ രൂപത്തിൽ അള്ളാഹു ഈ വിഷയത്തെ മനോഹരമായി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ചന്ദ്രനിൽ പിന്നെ
പിന്നെ വൃതിവൃക്ഷയം എന്തുകൊണ്ട് കാണുന്നു എന്ന് സ്വഹാബികൾ ചോദിക്കുന്നുണ്ടല്ലോ. യസ്അലൂനക അനിൽ അഹില്ലത്തി. അപ്പോ ഖുൽ ഹിയ മവാഖീതു ലിന്നാസി എന്നാണ് പറഞ്ഞത്. ആളുകളുടെ ചന്ദ്രനെ അള്ളാഹു അവരുടെ വർഷത്തെ എല്ലാം ഹിസാബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു അതിനെ സംവിധാനിച്ചിരിക്കുന്നു. സൂര്യനെ ദിവസം നിർണയിക്കുവാനും ചന്ദ്രനെ അവരുടെ മാസവും വർഷവും നിർണയിക്കുവാനും അള്ളാഹു പാകപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ള ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് അസ്ഹാബുൽ കഹ്ഫിലെ ആളുകളെ കുറിച്ച് പറഞ്ഞു പോയിടത്ത് എന്തുകൊണ്ട് രണ്ട് സമയങ്ങളെ, രണ്ട് കാലയളവിനെ അള്ളാഹു അവിടെ വിശദീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞെടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോ ഇവിടെ പിന്നെ സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുന്ന ഒന്നില്ല. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൂറത്ത് ഇസ്രായേൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്. അമീൻ പിന്നെ വജഅൽനല്ലൈല വന്നഹാറ ആയത്തൈനി ഫമഹൗന ആയത്തല്ലൈലി വജഅൽന ആയത്തന്നഹാരി മുബ്സിറത്തൻ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും വലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ് വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. നാം രാവിനെയും പകലിനെയും നാം രണ്ട് ദൃഷ്ടാന്തമാക്കി നാം വെച്ചിരിക്കുന്നു. വജഅൽനല്ലൈല വന്നഹാറ ആയത്തൈനി, രണ്ട് ദൃഷ്ടാന്താക്കി വെച്ചിരിക്കുകയാണ്. ഫമഹൗന ആയത്തല്ലൈലി, എന്നിട്ട് നാം രാത്രിയെ തഴുകി മാറ്റുന്നു. അപ്പോ രാവ് പകല് എന്നുള്ളത് അത് പിന്നെ പകലിനെ രാത്രിക്ക് പിറകിൽ പകലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുമാവാം. വജഅൽന ആയത്തന്നഹാരി മുബ്സിറത്തൻ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, എന്നിട്ട് നാം പകലിനെ തെളിച്ചമുള്ളതാക്കി നാം മാറ്റി. മുബ്സിറത്ത് എന്ന വാക്കാണ്. ഇമാം മുബ്സിറത്ത് എന്ന വാക്കിനെ തന്നെ ഇമാം ഷഅറാവി പറയുന്നുണ്ട്, അത് ഒരു പിന്നെ ഫാഇലിന്റെ വസ്നിനാണ് ആ മുബ്സിറത്ത് എന്നുള്ള വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്. ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ മുബ്സറത്തൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ മുബ്സിറത്ത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ അതിനെയും മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ പിന്നെ പൗരാണിക സമൂഹങ്ങളിൽ അവര് വിശ്വസിച്ചിരുന്നത്, അന്ന് അവരുടെ സങ്കല്പം എന്താണെന്ന് വെച്ചാല്, നിലനിന്നിരുന്ന തിയറി എന്താന്ന് വെച്ചാല്, ഒരു വസ്തുവിനെ കാണാൻ മനുഷ്യന് സാധിക്കുന്നത് അവന്റെ കണ്ണിൽ നിന്നും പ്രഭ സ്ഫുരിക്കുമ്പോഴാണ്, വെളിച്ചം സ്ഫുരിക്കുമ്പോഴാണ് ഒരു വസ്തുവിനെ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നത് എന്നൊരു തിയറി ആയിരുന്നു. പക്ഷെ അതിനെ തിരുത്തുന്നത് ഇമാം ഹസൻ ബിൻ ഹൈത്തമാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ വാക്കിലെ പഠനമാണ്. ഓരോന്നും മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന അത് ഇങ്ങോട്ട് വെളിച്ചം നൽകുന്നുണ്ട് എന്നാണ്. അത് മുബ്സിറത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വാക്കിനെ പോലും, ദൃഷ്ടാന്തങ്ങളെ പോലും അള്ളാഹു മുബ്സിറത്ത് എന്ന ഒരു ഫായിലിന്റെ വസ്നിൽ അള്ളാഹു അതിനെ എന്താക്കുന്നത്, ആ സീഗയിൽ അതിനെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. മുബ്സിറത്താണ്. അത് നമുക്ക് ഇങ്ങോട്ട് വെളിച്ചം നൽകുമ്പോൾ മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ചിന്തയെ അത് വല്ലാതെ അഗാധമായി ചിന്തിപ്പിക്കുന്നുണ്ട്. ഓരോന്നും നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. ഇമാം ഇബ്നു ഹൈസം അതിന് തെളിയിക്കുന്നത് കണ്ണിൽ നിന്ന് പിന്നെ പ്രകാശം സ്ഫുരിക്കുന്നത് കൊണ്ടല്ല, ആ വസ്തുവിൽ തന്നെ വെളിച്ചമുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇരുട്ടിൽ നിന്നാലും വസ്തു വെളിച്ചത്തിലാണെങ്കിൽ കാണും. നിങ്ങൾ വെളിച്ചത്തിൽ നിൽക്കുകയും വസ്തുവിനെ ഇരുട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വസ്തുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പൊ ആ വസ്തുവിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒപ്റ്റിക്സിന്റെ പിതാവായിട്ട് ശാസ്ത്രലോകത്ത് പിന്നെ അദ്ദേഹത്തിന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നത്. ഇമാം ഹസൻ ബിൻ ഹൈതമിനെ സൂറത്ത് നംലിലെ പിന്നെ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്താണ് അദ്ദേഹത്തെ ഇമാം ഷഅറാവിയും കൊണ്ടുവരുന്നത്. വജാഅത്ത് ആയാതുന മുബ്സിറത്തൻ വജഹദു ബിഹാ
വസ്തഇഖനത്ഹ അൻഫുസുഹും ദുൽമൻ വഉലുവ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിക്കുന്ന 13ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. സൂറത്ത് നംലില് അവിടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നപ്പോൾ അവരുടെ ചിന്തയെ ഉദ്ദീപിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് ഏതൊന്നിലേക്കും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പര്യാപ്തമായ രൂപത്തിൽ അതിന്റെ പിറകിലുള്ള ഒരു ശക്തിയെ, ഒരു സംവിധായകന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന രൂപത്തിൽ അവന് അത് ഇങ്ങോട്ട് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനോട് അതെല്ലാം സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സ്രഷ്ടാവിന്റെ സൃഷ്ടിനാഥന്റെ മഹത്വത്തെ, അവന്റെ മഹാഗാംഭീര്യത്തെ, അവന്റെ സൃഷ്ടിപ്പിലെ വൈഭവത്തെ കുറിച്ചെല്ലാം അവനോട് നിരന്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ തെളിഞ്ഞ വസ്തുക്കളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ തഖ്ലീദിന്റെ മുഖല്ലിദിന്റെ ഈമാന് ശരിയല്ല എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അദ്ദേഹം അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർദി വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, നിങ്ങൾ ആകാശഭൂമികളുടെ അഗാധതയിലേക്ക് നിങ്ങൾ ഉറ്റുനോക്കുന്നില്ലേ? അതിനിടയിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം ജീവജാലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതുപോലെ തീർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ സമയം തീരാന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ അള്ളാഹു ഇപ്പൊ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇതെങ്ങനെയാണ് അള്ളാഹു കൊണ്ടുവരുന്നത്? അതുകൊണ്ട് സൂറത്ത് റൂമില് അള്ളാഹു ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യം വഹീന തുദ്ഹിറൂൻ. എന്നിട്ട് പറയാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി. അപ്പോ അള്ളാഹുവിനെ തന്നെ സ്തുതിച്ചും അവൻ പിന്നെ ഹംദ് ചെയ്തും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തിയും പിന്നെ തുടങ്ങിയതിന് ശേഷമാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് അള്ളാഹു പറയാണെന്നാണ് ഇമാം ഷാറാവി വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. അപ്പൊ പ്രഭാതത്തിലും പ്രദോഷത്തിലും അത് അള്ളാഹുവിനെ തന്നെ തസ്ബീഹ് ചെയ്തതിന് ശേഷം ആണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി എന്ന് പറയുന്നത്. നിർജീവ വസ്തുവിൽ നിന്നും ജീവനുള്ളതിന് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു. അപ്പോ ഇരുട്ടായിരിക്കെ നിങ്ങളുടെ ചക്രവാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു പുതിയ ഉദയം കാണുന്നില്ലേ? അതുപോലെ മനുഷ്യൻ ഒരു പുതിയ കുഞ്ഞായി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും അവനിന്ന് വരുന്നു. ഒരു ഇരുണ്ട രാത്രിയിൽ ഇരുണ്ട രാത്രിയിൽ മനുഷ്യൻ അവന്റെ സമയത്തെ കഴിച്ചു കിടത്തി അവനിങ്ങനെ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പുതിയ സൂര്യോദയം നടക്കുന്നു. ഇതുപോലെ മനുഷ്യൻ വളരെ ദുർബലനായി, ആ സമയത്ത് ചൂടുണ്ടാവൂല, അതിന് രൗദ്രത അനുഭവപ്പെടില്ല. ഇതുപോലെ മനുഷ്യൻ ഒന്നുമറിയാതെ വളരെ ചൂടറ്റവനായി ഒരു രൗദ്രതയുമില്ലാതെ വളരെ മൃദുലതയുള്ള പ്രകൃതത്തിൽ അവനിങ്ങനെ ജനിക്കുകയാണ്. ആ സൂര്യൻ പിന്നീട് മേലോട്ട് അതിങ്ങനെ പിന്നെ ഉയരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സൂര്യൻ തന്നെ, ഭൂമി തന്നെ അതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് അത് പിന്നെ മേലോട്ട് വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നെ അതിന്റെ രൗദ്രഭാവം പ്രകടിപ്പിക്കുന്നു. ഇതുപോലെ മനുഷ്യന് ഭൂമിയിൽ ജനിച്ചു വീണ് അവന്റെ പിന്നെ വളരെ ദുർബലനായി വന്ന് അവനിങ്ങനെ വളർന്നതിനനുസരിച്ച് അവന്റെ രൗദ്രത ഇങ്ങനെ വെളിപ്പെടും. പിന്നെ മധ്യാഹ്നമാകും, അവിടുന്ന് പിന്നെ ഒരു യുവത്വം പ്രാപിക്കും. പിന്നെ അവിടുന്ന് ഒരു തെറ്റലുണ്ട്, ഒരു ദുർബലതയിലേക്കുള്ള വീണ്ടും ഒരു തെറ്റല്. അതിനാണ് നമ്മൾ വൈകുന്നേര സമയം അല്ലേ, വീണ്ടും അതിങ്ങനെ പോകുന്നതിനനുസരിച്ച് അതിന്റെ ചൂട് ഇങ്ങനെ കുറയുന്നത് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടും. ഇതുപോലെയാണ് മനുഷ്യന്. അതുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച്
പിന്നെ പറയുന്നതിന് മുമ്പ് പ്രപഞ്ചത്തെക്കുറിച്ച് അള്ളാഹു പറയുകയും രാപ്പകലിന്റെ ആ മഹാദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കി ജീവിതത്തിന്റെ ആ താളവും ആ രൗദ്രതയും അതുപോലെ തന്നെ ആ സൗമ്യതയും അതുപോലെ തന്നെ ദുർബലതയും എല്ലാം പഠിച്ചറിയാന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മില് ഈ സൂര്യൻ എങ്ങനെയാണോ അത് ഒരു കുഞ്ഞായി പിറന്ന് മൃദുലമായി നിന്ന് അതിന് ശേഷം അതിന്റെ ഒരു 9 മണി 10 മണി എല്ലാം ആകുമ്പോൾ അതിന്റെ യൗവനത്തിലേക്ക് വന്ന് പിന്നീട് 12 1 മണിയാകുമ്പോൾ അതിന്റെ രൗദ്ര ഭാവത്തിലേക്ക് യുവത്വത്തിന്റെ ആ ഒരു രക്തത്തിളപ്പിലേക്ക് അത് വന്ന് അതിങ്ങനെ തിളച്ചു നിൽക്കും അല്ലേ. പിന്നീട് അതങ്ങ് കഴിഞ്ഞ് അതിന്റെ പിന്നെ ആ രൗദ്രത ഒന്ന് അടങ്ങി അത് പതുക്കെ 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 അത് ദുർബലമായി മാറുന്ന ഒരവസ്ഥ. ഇതുപോലെ ജീവിതത്തിന്റെ ഈ താളത്തെ മനസ്സിലാക്കുവാൻ ഈ ലയങ്ങളനുസരിച്ച് മനുഷ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു അതിലൂടെ പഠിപ്പിക്കുകയാണെന്ന. അപ്പൊ ഇവിടെ സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്നുള്ള ഒന്നില്ല. മനുഷ്യ ജീവിതത്തെ ഇതിന്റെ ഉള്ളിൽ അള്ളാഹു 24 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു സമയം നിർണയിച്ച് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മളെ ഈ ശരീരത്തിൽ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഇമാം ഷഅറാബി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇതെല്ലാം വിശദീകരിച്ച് പോകുന്നുണ്ട് കേട്ടോ. അദ്ദേഹം അങ്ങനെ ഒരു സൂര്യാസ്തമനം എന്ന് പറയുന്ന ഒന്ന് നടക്കുന്നില്ല. അത് ഭൂമിയുടെ ഈ ചലനത്തിനനുസരിച്ചുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരു മാറ്റം, ഈ ഭൂമിയിലെ ഒരു മാറ്റമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ളുഹുർ എല്ലായിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അസർ എല്ലായിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മഗ്രിബ് എല്ലായിടങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ളുഹുർ നിസ്കരിക്കുമ്പോൾ അപ്പുറത്ത് പിന്നെ അസർ നടക്കുന്നുണ്ട്. ഇപ്പോ ഞമ്മക്കിപ്പോ സുബീഹ് ആയിട്ടില്ല, നിങ്ങൾ സുബീഹ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതിങ്ങനെ ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് അതിന്റെ ആ കറക്കത്ത് അല്ലാഹു അതിന്റെ ഉള്ളിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്ത് ഇസ്രായേലിലായത്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് അവിടെ. അപ്പോ പിന്നെ വജഅൽനൽ-ലൈല വന്നഹാറ ആയത്തൈനി ഫമഹൗന ആയത്തൽ-ലൈലി വജഅൽന ആയത്തൻ-നഹാരി മുബ്സിറത്തൻ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും. അങ്ങനെ പകലിനെ അല്ലാഹു രാത്രിയെ തഴുകി മാറ്റി പകലിനെ കൊണ്ടുവന്നത്. അപ്പൊ പകലും രാത്രിയും ഒരു ഭാഗത്ത് രാത്രി ഒരു ഭാഗത്ത് പകല് അതിങ്ങനെ ചലിക്കുകയാണ് ഇങ്ങനെ. അപ്പോ അതിങ്ങനെ ഒരു വെളിച്ചത്തിന്റെ മുഖാമുഖമായി നിന്ന് അതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് പകല് രാത്രിയുടെ പിറകിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പൊ രാത്രിയെ തഴുകി പകലിങ്ങനെ കടന്നു വരുന്നു. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വർഷവും ദിവസവും നിർണയിക്കുവാൻ, നിങ്ങളുടെ ജീവിതോപാധികൾ കണ്ടെത്തുവാൻ അള്ളാഹു പകലിനെ കൊണ്ടുവരുന്നു. വജഅൽനൽ-ലൈല വന്നഹാറ ആയത്തൈനി ഫമഹൗന ആയത്തൽ-ലൈലി വജഅൽന ആയത്തൻ-നഹാരി മുബ്സിറത്തൻ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും വലിതഅലമു അദദസ്-സിനീന വൽ ഹിസാബ് വകുല്ല ശൈഇൻ ഫസ്സൽനാഹു തഫ്സീല. നാം എല്ലാ കാര്യങ്ങളും നാം പൂർണ്ണ വിശദീകരണത്തോടു കൂടി നാം അവതരിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ അള്ളാഹു പിന്നെ ദുൽഖർനൈനി എത്തിച്ചു ഒരു മനുഷ്യന്റെ ഒരു ചിന്താ ദുർബലതയെ, അവന്റെ ഒരു കാഴ്ചയുടെ ഒരു പരിധിയെ അള്ളാഹു അവതരിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത് എന്നാണ്. അല്ലാതെ സൂര്യൻ അവിടെ ചളിയിൽ ആണ്ടുപോകുന്നു എന്നുള്ളതല്ല. അങ്ങനെല്ലാം പറയുന്ന ആൾക്കാർ സൂര്യൻ ചളിയിൽ ആണ്ടുപോയി എന്ന് ഖുർആൻ പറഞ്ഞു. അതൊരു മനുഷ്യന്റെ കാഴ്ചയെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ പിന്നെ ഒരു എന്താ പറയാ ദൃഷ്ടിയുടെ അല്ലെങ്കിൽ അവന്റെ ചലനവേഗതയുടെ ദുർബലതയെ ബോധ്യപ്പെടുത്താണ് അള്ളാഹു ചെയ്യുന്നത്. അവിടെ മനുഷ്യൻ ഇങ്ങനെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ അപ്പുറം ഇതിന്റെ ഒരു പ്രവിശാലമായ ഒരു ലോകമുണ്ട്. മനുഷ്യ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യ ചിന്തക്ക് അതിനെ ഈ രൂപത്തിൽ വിശദീകരിക്കാനേ കഴിയുള്ളൂ. അവന്റെ ദൃഷ്ടി കൊണ്ട് അവൻ എന്താക്കാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോ മനുഷ്യനെ ദുർബലതയെ എടുത്തു കാട്ടാണ് ചെയ്യുന്നത്. കാരണം ദുൽഖർനൈനി ഇത് എന്തുകൊണ്ട് ഇവിടെ ഈ രൂപത്തിൽ ഈ വിഷയം പറഞ്ഞു എന്നാണ്. ഇദാ ബലഗ മഗ്രിബ ശംസി വജദഹാ പിന്നെ തഗ്റുബു ഫീ ഐനിൻ ഹമിയത്തിൻ. കാരണം
ഒരു വലിയൊരു ചരിത്ര പുരുഷന്റെ ഒരു ചരിത്ര സംഭവങ്ങളെ അള്ളാഹു എടുത്തു കാട്ടാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ മഹത്വങ്ങളെയും ചേർത്ത് പിടിച്ച് ആ മനുഷ്യന്റെ നാമത്തെ അള്ളാഹു പ്രകീർത്തിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ദുർബലനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് എന്നാ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ, മറ്റു സൃഷ്ടികൾക്ക് മുമ്പിൽ മനുഷ്യൻ ഏറെ ദുർബലനാണ്. അവൻ ഇങ്ങനെയല്ലേ ഇതിനെ കാണുവാനും അറിയുവാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. അവ സൂര്യൻ ഉദിക്കുന്നു എന്ന് നമ്മൾ പറയും, അസ്തമിക്കുന്നു എന്ന് പറയും. അല്ലാതെ അതിന്റെ കൂടെ ആ വേഗതയിലൊന്നും മനുഷ്യന് സഞ്ചരിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം ഇവിടെ അസ്ബാബുകളെ പിന്തുടർന്ന് ചടുലമായ നീക്കം അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് അള്ളാഹു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യചിന്തയുടെ ദുർബലതയെ കൂടി അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് എന്നാണ്. അപ്പൊ ഇതിന്റെ പിറകില് ഒരു വിഷയത്തെ അള്ളാഹു എടുത്തു പറയുമ്പോൾ അതിന്റെ പിറകിൽ ഇത്തരത്തിലുള്ള തേട്ടങ്ങളുണ്ട്. എന്താണ്? നിങ്ങൾ ഒരേ സമയം നിങ്ങൾ ദുർബലർ കൂടിയാണ് കേട്ടോ മനുഷ്യരെ എന്നാണ്. എല്ലാ അസ്ബാബുകളെയും നിങ്ങൾ ഉപയോഗപ്പെടുത്താം, എന്നാൽ അതുകൊണ്ട് നിങ്ങൾ എന്തോ വലിയവരാകുന്നില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഏറെ ദുർബലരാണ്. നിങ്ങൾക്ക് അസ്തമിക്കാതിരിക്കുന്ന സൂര്യനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയുടെ ആ കാഴ്ചയിൽ അദ്ദേഹം എന്താകുന്നുണ്ട്? അത് ആ വെള്ളക്കെട്ട് നിറഞ്ഞ ഒരിടത്ത് അസ്തമിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നതിലൂടെ ആ കാഴ്ച എന്നുള്ളത് വളരെ ദുർബലമാണ് നിങ്ങളുടേത്. ഇതിനെ നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ എത്ര വലിയ വിപ്ലവകാരിയാണെങ്കിലും, എത്ര വലിയ ജ്ഞാനബോധമുള്ള മനുഷ്യനാണെങ്കിലും ഇതിനെ നിങ്ങൾക്ക് ഈ രൂപത്തിലല്ലേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാ. അല്ലാതെ സൂര്യൻ അവിടെ ആ വെള്ളത്തിൽ അങ്ങ് ആണ്ടുപോയി എന്ന് പറയാനല്ല. അത് മനുഷ്യ ദൃഷ്ടിയുടെ പരിമിതിയെ, മനുഷ്യ കാഴ്ചയുടെ പരിമിതിയെ, അവന്റെ ജ്ഞാനത്തിന്റെ ഒരു അളവിനെ, അവന്റെ ദൃഷ്ടിയിൽ തെളിയുന്ന ഒരു വിഷയത്തെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ചളിക്കെട്ടിൽ അത് താന്നു പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പൊ മനുഷ്യരെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അവൻ ദുർബലരാണ്. കാരണം ഈ രാപ്പകലിന്റെ മാറിമറയലിനെ അള്ളാഹു മഹാദൃഷ്ടാന്തമായിക്കൊണ്ട് ഈ ആയത്തുകളോടൊപ്പം മറ്റു സ്ഥലങ്ങളിൽ അള്ളാഹു ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ ഭൂമി കറങ്ങുന്നുണ്ട് എന്നും ആ കറങ്ങുന്നതിന്റെ ഭാഗമായി ഇവിടെ രാപ്പകലുകൾ വരികയാണ് ചെയ്യുന്നതെന്നും അല്ലാതെ സൂര്യൻ അസ്തമിക്കുകയല്ല എന്നുമുള്ള ഒരു വിഷയത്തെ കൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന് സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അവന്റെ ദൃഷ്ടിയിൽ തെളിയുന്ന ഒന്ന് അങ്ങനെയായതുകൊണ്ട് അവൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് അവന്റെ പരിധിയെ അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവന്റെ പരിമിതികളെ അവന് അത് തെര്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്ന് പറയുവാൻ അള്ളാഹു ഈ ഒരു വിഷയം ദുൽഖർനൈനിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ എടുത്തുദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് വായിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ തന്നെ അവരുടെ ദൃഷ്ടിയുടെ പരിധിയെ ബോധ്യപ്പെട്ട് അള്ളാഹുവിനെ കീഴ്പ്പെട്ടവരായി മാറേണ്ടതിന്റെ ആവശ്യകതയെ കൂടി അള്ളാഹു അതിന്റെ ഉള്ളിൽ പറഞ്ഞു തരുന്നുണ്ട്, ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ജനതയെ അദ്ദേഹം കണ്ടെത്തി. അള്ളാഹു പറയാണ്, ആ ജനതയെ അങ്ങേക്ക് ശിക്ഷയ്ക്ക് വിധേയമാക്കാം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ? ഈ ജനതയെ അങ്ങേക്ക് ശിക്ഷിക്കാം എന്ന് അള്ളാഹു പറയാണ്. അപ്പോ എന്തിനാ ശിക്ഷിക്കുന്നത്? നാം പറഞ്ഞു. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തിനാ നാം പറഞ്ഞു എന്നെല്ലാം എന്തിനാണ് അങ്ങനെ ഒരു സീഗ ഉപയോഗിക്കുന്നത് എന്നെല്ലാം മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഏകവചനവും അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ബഹുവചനവും എന്തുകൊണ്ട് സ്വീകരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും അപ്പൊ കുറെ ആൾക്കാരുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഭാഷാപരമായ അറിവില്ലാത്തത് കൊണ്ടോ അതുപോലെ തന്നെ ഒരു മഹാഗാംഭീര്യത്തെ കുറിച്ച് പറയുന്നിടത്ത്, അഫ്ആലുകളെ കുറിച്ച് പറയുന്നിടത്ത് അത്തരം വാക്കുകൾ മനുഷ്യർ ഉപയോഗിച്ച് പോകുന്നുണ്ട് എന്നുള്ള തോന്നലൊന്നുമില്ലാതെ ഈ ചില ആളുകള്
അറിവില്ലാത്ത ചില ആളുകൾ ഇതിനെല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച് പറയുന്നതായത് കൊണ്ടാണ് അവിടെ കുൽന എന്ന് പറഞ്ഞ് അവിടെ ബഹുവചനം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ മുമ്പ് പിന്നെ പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ കുൽന, നാം പറഞ്ഞു, യാദൽ ഖർനൈനി, അല്ലയോ ദുൽ ഖർനൈനിയെ, ഇമ്മ അൻ തുഅദ്ദിബ വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന. എന്തുകൊണ്ടാണ് രണ്ട് പിന്നെ ഇതിനും അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തത്? അദ്ദേഹം നല്ലതേ തെരഞ്ഞെടുക്കുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഇവരാരായിരുന്നു? ഇവര് ഈ പ്രപഞ്ചത്തിന്റെ സർവശക്തനായ നാഥനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ആ നാഥന്റെ മഹത്വം തിരിച്ചറിയാതെ ആ ശക്തിക്ക് പലതിനെയും പങ്കാളികളായി ചാർത്തി അവര് ദൈവനാമത്തെ വികൃതമാക്കിയവരായിരുന്നു. അതാണ് ഇതിന് കാരണം. അപ്പോ പിന്നെ അതിനുശേഷം പറയുന്നുണ്ട്, കാല അമ്മാമൻ വലമ എന്ന് പറയുന്നുണ്ട്. ആരാണോ അക്രമിയായി മാറുന്നത്, അക്രമം അപ്പൊ ഈ ലുൽമ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന ശിർക്കല ലുൽമുൻ അലീം. ദൈവത്തിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട നാമങ്ങളെ മനുഷ്യർ അവന്റെ കൈകളെ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വസ്തുക്കൾക്ക് ചാർത്തിക്കൊടുത്ത് അതിന്റെ മുമ്പിൽ വിനയാന്വിതരാകുകയും ദൈവത്തോടില്ലാത്ത സ്നേഹത്തെ, അവനെ സൃഷ്ടിച്ച പരിപാലകനായ ജഗദീശ്വരനോടില്ലാത്ത സ്നേഹത്തെ അത്തരം വസ്തുക്കൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും അതിനെ അഗാധമായി സ്നേഹിക്കുകയും ആ ഒരു വസ്തുവിനെ ആ വസ്തു തന്നെയാണ് എല്ലാം എനിക്ക് സമ്മാനിക്കുന്നത് എന്ന ബോധത്തിൽ കഴിയുകയും ചെയ്യുക എന്നുള്ളത്, അത് മനുഷ്യൻ അവനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ് എന്നാണ്. അത് ഒരു സമൂഹത്തിന്റെ നന്മ നിറഞ്ഞ ഒരു ജീവിത സംവിധാനത്തിന് മഹാ അപകടം സൃഷ്ടിക്കുമെന്നാണ്. അതുകൊണ്ടാണ് തസ്ഫിയത്തുൽ ഈമാന് വേണ്ടിയിട്ടാണ് അമ്പിയാക്കന്മാർ വന്നു എന്നെല്ലാം പിന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നത്. അതിന്റെ ആ വിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കാൻ, ഈമാന്റെ അള്ളാഹുവിലുള്ള, സൃഷ്ടാവിലുള്ള, ജഗദീശ്വരനിലുള്ള, പ്രപഞ്ചനാഥനിലുള്ള ആ മനുഷ്യന്റെ വിശ്വാസത്തെയും അവന്റെ ദൃഢബോധത്തെയും അതിനെ വിശുദ്ധമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് പ്രവാചകന്മാര്. അത് സാമൂഹിക നിർമ്മിതിക്ക് ആവശ്യമാണ്. ഏറ്റവും നന്മ നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആഖിറത്തെ കുറിച്ച് ബോധമില്ലാത്തൊരു സമൂഹം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിലെ അക്രമവും അനീതിയും രൂപപ്പെടും. അവന് തോന്നിയതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ അതിനെ പിന്നെ ആ ഒരു മീസാന്, ഒരു ബാലൻസ് ഉണ്ടല്ലോ, ബാലൻസ് ഭൂമിയിൽ എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും അത്തരത്തിലുള്ള ഒരു ബോധത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഹാ അപകടമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലെല്ലാം അല്ലേ പിന്നെ 20 വാര 40 വാര 60 വാരയിലും ദൂരെ നടക്കേണ്ട മനുഷ്യരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി പകൽ സമയങ്ങളിൽ ഇറങ്ങി വന്ന് പിന്നെ തന്റെ അഭിമാനബോധത്തോടു കൂടി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ. മാറുമറക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ടായിരുന്നു അല്ലേ. ഒന്ന് പിന്നെ വരമ്പത്തിലൂടെ വരുമ്പോൾ ചളിയിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ ചില മനുഷ്യർക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു സമൂഹത്തിന്റെ ഒരു സാമൂഹിക ബാലൻസ് തെറ്റിയെടുത്ത് അവിടെ അതിനെ ശരിപ്പെടുത്തുന്ന ഒരു സമൂഹം അവിടെ നിലകൊണ്ടപ്പോഴാണ് സമൂഹത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായത്. ഒന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന സംഭവമല്ല. ഈമാൻ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള മനുഷ്യന്റെ അഗാധമായ ബോധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമൂഹം ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു മീസാന്, ഒരു ബാലൻസ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. അത്തരത്തിലുള്ള ബോധം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത, മനുഷ്യനെ ബഹുമാനിക്കാൻ കഴിയാത്ത, മനുഷ്യരെ ആദരിക്കാൻ കഴിയാത്ത, അവന്റെ വ്യക്തിത്വം സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത ഈ ചട്ടമ്പി സ്വഭാവം എന്തുകൊണ്ട് മനുഷ്യരിൽ നിലനിൽക്കുന്നു? അതിന് അടിസ്ഥാന കാരണം ഏകനായ അവനെ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ നാഥനിൽ ബോധമില്ലാത്തതും മരണശേഷം എന്റെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും എന്റെ ഓരോ കർമ്മങ്ങളും
അവിടെ നീതിപൂർവ്വം വിലയിരുത്തപ്പെടുമെന്നുമുള്ള മനുഷ്യന്റെ അറിവില്ലായ്മയും അവന്റെ നിഷേധഭാവവുമാണ് അത്തരത്തിലുള്ള അക്രമങ്ങൾക്കും അനീതികൾക്കും ചില മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അതിനെതിരെയുള്ള ആ ചിന്തകൾക്കെതിരെ ഒരു ബാലൻസ് പിന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമൂഹം അവിടെ ഇല്ലെങ്കിൽ മനുഷ്യര് മഹാദുരന്തത്തിൽ അകപ്പെട്ടു പോകും. അവന് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത, അവന് മനുഷ്യനായി തലയുയർത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം രൂപപ്പെടും. ഇത്തരം ഇടങ്ങളിലാണ് തസ്ഫിയത്തുൽ ഈമാൻ ഒരു മുജ്തമഇന്റെ ഒരു സമൂഹത്തിന്റെ ബാലൻസിനെ താങ്ങി നിർത്തുവാൻ, അതിനെ ശരിപ്പെടുത്തുവാൻ പ്രവാചകന്മാർ വരുന്നത്. അവിടെ ഇത്തരത്തിലുള്ള രണ്ട് ഇഖ്തിയാർ രണ്ടും ചെയ്യാം. അപ്പൊ ശക്തവാനാണെങ്കിലേ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ പറ്റുള്ളൂ. രണ്ടും ചെയ്യാം. പക്ഷെ അവിടെ ഒരു റുഷ്തുള്ള മനുഷ്യൻ പിന്നീട് ഏത് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സമൂഹം പൂർണാർത്ഥത്തിൽ ദൈവനാമത്തെ വികൃതമാക്കിയ ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് ഇമ്മ അൻ തുഅദ്ദിബ വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന എന്ന് പറയുന്നത്. പിന്നീട് അള്ളാഹു പറയാണ് ഖാല അമ്മാമൻ വലമ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. പ്രപഞ്ചനാഥനെ ഉൾക്കൊള്ളുക, ചിന്താപൂർവം ആ ശക്തിയിൽ ഒരു മനുഷ്യൻ നിർഭയത്വം പ്രാപിക്കുക. നല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ. എന്നിട്ട് ആ ഈമാനെ അക്രമ വസ്ത്രം ധരിപ്പിക്കാതിരിക്കുക, അതിൽ വൈകല്യം ചാർത്താതിരിക്കുക. ഈമാനിൽ വൈകല്യം വരുന്നത് എപ്പോഴാണ്? ഷിർക്ക് കടന്നു വരുമ്പോഴാണ്, അള്ളാഹുവിൽ തവക്കുലില്ലാത്ത ബോധം ഉണ്ടാകുമ്പോഴാണ് ഈമാന് ദുർബലമാകുക. അപ്പൊ അതിന് ഈമാൻ എന്ന് പറയില്ല. അപ്പൊ അത് ദുൽമാണ്, അത് നമ്മളോട് തന്നെ ചെയ്യുന്ന അക്രമാണ്. അതുകൊണ്ടാണ് പിന്നീട് അമ്മാമൻ വലമ, പിന്നീട് ആ രണ്ട് ഇഖ്തിയാർ കൊടുത്തിട്ട് പിന്നീട് ദുൽഖർനൈനി തന്നെ പറയാണ് ഖാല അമ്മാമൻ വലമ. ഇനി സ്വന്തത്തോട് ആരാണോ അക്രമം കാണിക്കുന്നത് അവരെ ശിക്ഷിക്കാം, അവരോട് ഏറ്റവും മാന്യമായി പെരുമാറാം. അവിടെ ഒരു റുഷ്തുള്ള അതുപോലെ തന്നെ മാന്യനായ മഹത്വമുള്ള ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി അതിനെ എങ്ങനെ പിന്നീട് തെരഞ്ഞെടുക്കുന്നു? ആ തെരഞ്ഞെടുപ്പിനെ വീണ്ടും അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു എന്ന് പറയാണ്. ഇൻഷാ അള്ളാ സമയം തീർന്നു എന്ന് കരുതുന്നു. നമുക്ക് ആ ഭാഗം അടുത്ത ആഴ്ച ഇൻഷാ അള്ളാ വിശദീകരിക്കാവുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ ഈ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ചോദിക്കാവുന്നതാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കും.